ഈ സോണിയാഗാന്ധി ചർച്ച നടത്തിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും ഒരു കോൾ ഉണ്ടായിട്ടുണ്ട് ജോസ് കെ മാണിയിലേക്ക് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കെ സി വേണുഗോപാലൊന്നുമല്ല, വേറെ അവിടെ നിന്ന് തന്നെ ഒരു കോൾ ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ച നടന്നിട്ടുണ്ട്. നിരന്തരം UDFുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ സഭയുടെ നിലപാടും വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ അപമാനത്തിൻ്റെ കാര്യം ഒക്കെ പറയുകയാണ്. അപമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDFിൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള യാത്ര പാലായിലെത്തിയപ്പോൾ തോമസ് ചാഴിക്കാടനെ അപമാനിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രാസംഗികനെ ഏത് രീതിയിൽ അപമാനിച്ചു എന്നുള്ളത് അദ്ദേഹം പിണറായി വിജയൻ അന്നത്തെ പ്രസംഗമൊക്കെ അന്ന് തലക്കെട്ടായിരുന്ന വാർത്തയാണ്. അപ്പോൾ അപമാനമൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ അപമാനം മറന്നാൽ ഈ പുറത്ത് അവരെ പറഞ്ഞുവിടാൻ, അല്ലാതെ ഈ മുന്നണിയിലില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയത് പിഴവായി പോയി എന്നുള്ള വിലയിരുത്തൽ പിന്നീട് കോൺഗ്രസ് നടത്തിയതായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ സ്വാഭാവികമായ മുന്നണി കേരള കോൺഗ്രസിന് UDF ആണ് സ്വാഭാവികമായ ഇടം എന്ന് അവർ തന്നെ കരുതുന്നു, കോൺഗ്രസും കരുതുന്നു. അതിനായി വലിയ വിലപേശലുകളൊന്നും നടത്തേണ്ടി വരില്ല. ഇങ്ങോട്ട് വരാം. ഇപ്പോൾ LDFിൽ നിൽക്കുകയാണെങ്കിൽ നേരത്തെ 12 സീറ്റാണ് നൽകിയത്. അതിൽ 5 ഇടത്താണ് മാണി വിഭാഗം ജയിച്ചത്. ഇനി 12-ൽ കൂടുതൽ ചോദിച്ചാലും ഒരുപക്ഷെ കിട്ടും. 12-ൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ഒരുപക്ഷെ LDFിൽ കിട്ടും. പക്ഷേ വിജയസാധ്യത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇനിയും ഇതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഐഷ പോറ്റി പറയുന്നത് പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് കുറച്ചു കാലമായി അവഗണനയുണ്ട് എന്നുള്ളതാണ്. MLA സ്ഥാനത്തിന് ശേഷം പിന്നീട് ഒരു തവണ സീറ്റ് നൽകിയില്ല. ആ സമയത്തും പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പല ഘട്ടങ്ങളിലും അവഗണിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായത്. അതാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിസ്മയം എന്ന് പറയുന്നത്, വിസ്മയം എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യത്തിൽ, ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു സൂചനയും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു തീരുമാനമുണ്ടായത്. ഇന്നലെ രാത്രി ഐഷ പോറ്റിയെ കാണുന്നു, കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകുന്നു. അതിനു മുമ്പും ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏതായാലും ഇരുചെവി അറിയാതെ ആ കാര്യം നടന്നിരിക്കുന്നു. ഇനിയുള്ള വിസ്മയങ്ങളും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഒരുപാടൊന്നുമില്ല, 1-2 എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതും വൈകാതെ തന്നെ സംഭവിക്കും.